ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഓണം സ്പെഷ്യൽ അടുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ അത്തപ്പൂക്കളിൽ നടുക്ക് വെക്കാനായിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു സുന്ദരി താമര പൂവിനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ക്രേപ്പ് പേപ്പറാണ്, റോസ് കളറിലുള്ള ക്രേപ്പ് പേപ്പറാണ്. അത് നമ്മൾ കുറച്ച് മടക്കി എടുത്തിട്ട് അതിനകത്ത് നമ്മുടെ താമര ഇതളിൻ്റെ ഒരു ഷേപ്പ് വരച്ചെടുത്തിട്ട് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ കയ്യിലിരുന്ന പഴയ കുറച്ച് ക്രേപ്പ് പേപ്പറാണ്, അതുകൊണ്ട് തന്നെ ഈ റോസ് കളർ കുറച്ച് മങ്ങിയിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ സാരാക്കി എടുക്കണ്ട. അതിനുശേഷം നമ്മൾ ഇതാണ്ട് ഇതേപോലെ ഒരു വലിയ വട്ടം വെട്ടിയെടുക്കാം. ഒരുപാട് വലിയ വട്ടമല്ല, ചെറിയൊരു വട്ടമാണ് വേണ്ടത്. അതിന് നമുക്കൊന്ന് റോസ് കളർ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇതളുകളാണ്. ആ ഇതളുകൾ നമ്മൾ 4 ആദ്യം ഒന്ന് ക്രോസ് ആയിട്ട് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ 4 ഇതൾ കൂടി ഒട്ടിച്ചെടുക്കണം. അങ്ങനെ ആദ്യം തന്നെ ബേസിൽ നമ്മളൊരു 8 ഇതളുകൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയാണ് അത് കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടത് ബാലൻസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതളിൻ്റെ താഴെയായിട്ട് ഒരു വെട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് പശ തേച്ച് നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കണം. അതായത് പരസ്പരം അത് രണ്ടും ഒന്ന് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം കൈ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഇതളൊന്ന് വലിച്ച് നീട്ടുമ്പോഴേക്കും ക്രേ പേപ്പർ ആയതുകൊണ്ട് തന്നെ അതൊന്ന് നിവർന്ന് അപ്പോൾ തന്നെ നമുക്ക് ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിലുള്ള ഇതളുകൾ, നല്ല താമരയുടെ ഇതളുകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് നമ്മൾ ഈ ഒരു ഫ്ലവറിലേക്ക് വീണ്ടും ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ചെറിയ ഇതളുകൾ കൂടി ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. അതും കൂടി ഞാനൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. പിന്നീട് നമ്മൾ താമരയുടെ നടുക്കായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പൂമ്പൊടിക്ക് പകരം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ടിഷ്യൂ പേപ്പറാണ്. അതൊന്ന് ഉരുട്ടിയെടുത്തൊന്ന് സ്കെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം തന്നെ ഇതേപോലെ കുറച്ച് പൂമ്പൊടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ മഞ്ഞ പേപ്പർ ഒന്ന് കുനുകുനാ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഒന്ന് റൗണ്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ഒറിജിനാലിറ്റി കിട്ടും. ശേഷം ഞാൻ കുറച്ച് ഇലകൾ കൂടി ഒന്ന് വെട്ടിയെടുത്ത് അടിയിലായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ ഫൈനലി നമുക്ക് അത്തപ്പൂക്കളിൽ നടുക്ക് വയ്ക്കാനുള്ള താമരപ്പൂ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമന്റിലൂടെ അറിയിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. വീഡിയോ കുറച്ച് ലോങ് ആയിട്ട് കാണിച്ചത് മാത്രമല്ല. അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുവരെ ടാറ്റ.